കൊല്ലം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം പ്രഹസനമാകുന്നുവെന്ന് ആരോപണം. അഞ്ചൽ പട്ടണത്തിൽ ഉൾപ്പെടെ കുന്നുകൂടിയ മാലിന്യങ്ങൾ പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുകയാണ് ഇപ്പോൾ. അഞ്ചൽ മാർക്കറ്റിന് സമീപത്തെ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുൻവശത്തുൾപ്പെടെ കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ യാതൊരുവിധ നടപടിയും അഞ്ചൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മാലിന്യങ്ങൾ അഴുകിയും വെള്ളം കെട്ടിക്കിടന്നും ഇവിടെ കൊതുക് ശല്യവും രൂക്ഷമാണ്. മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഇവിടെ എത്തുന്നത് നൂറുകണക്കിന് ആളുകളാണ്. ഡെങ്കിപ്പനി ഉൾപ്പെടെ സ്ഥിരീകരിച്ച അഞ്ചൽ മേഖലയിലെ മാലിന്യ സംസ്കരണം ഇപ്പോഴും കീറാമുട്ടിയായി തുടരുകയാണ്. പട്ടണത്തിന്റെ വിവിധയിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന മാലിന്യങ്ങളുടെ വലിയ രീതിയിലുള്ള കൂമ്പാരം കാണാൻ കഴിയും. പട്ടണത്തിലും ഓരോ വാർഡ് കേന്ദ്രീകരിച്ചും ശുചീകരണ പ്രവർത്തികൾ നടത്തിയെന്ന് പറയുന്ന പഞ്ചായത്ത് അധികൃതർ സ്വന്തം കൺമുന്നിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന അഞ്ചൽ പട്ടണത്തിന്റെ മാലിന്യ പ്രശ്നം അത് വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എല്ലാ അവസരങ്ങളിലും, പ്രത്യേകിച്ചും മഴക്കാലം വരുന്ന സമയത്താണ് ഇത് കൂടുതൽ പൊതുജനങ്ങൾക്ക് ദുസ്സഹമാകുന്ന രീതിയിൽ മാലിന്യം ടൗണിൽ പലയിടത്തായിട്ട് കൂടിക്കിടക്കുന്നത്. അപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പരിപാടികൾ സംഘടിപ്പിച്ചു. ആ പരിപാടികളെല്ലാം തന്നെ പ്രഹസനമായി മാറിയ കാഴ്ചയാണ് നാം കണ്ടത്. ആളുകളെ സംഘടിപ്പിച്ച് കുടുംബശ്രീയുടെയും തൊഴിലുറപ്പിൻ്റെയും പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടന പരിപാടികൾ പലയിടങ്ങളിലും നടന്നു എന്നുള്ളതല്ലാതെ അതൊരു ക്രമാനുഗതമായി അതിന് കൃത്യമായൊരു ആസൂത്രണത്തോടു കൂടി മാലിന്യ സംസ്കരണത്തിനുള്ള ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അത് പ്രത്യേകിച്ചും നാട്ടിൻപ്രദേശത്തുള്ള മാലിന്യ പ്രശ്നത്തെക്കാൾ ഇന്ന് രൂക്ഷമായിട്ടുള്ളത് അഞ്ചൽ ടൗണിൻ്റെ പല ഭാഗങ്ങളിലും, വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ, മാർക്കറ്റിൻ്റെ ഉള്ളിൽ, പഴയ പോലീസ് സ്റ്റേഷനുള്ളിൽ, അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഭാഗത്ത്, ഇവിടെ എല്ലാം തന്നെ ദുസ്സഹമായ രീതിയിൽ രോഗം പടർത്തുന്ന രീതിയിൽ, ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിൽ, പരിസരവാസികൾക്ക് രോഗഭീതി ഉണ്ടാക്കുന്ന രീതിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. അഞ്ചൽ മാർക്കറ്റിനുള്ളിൽ മാലിന്യം സംഭരിച്ചു വെച്ചിരുന്ന ഇടത്ത് തീപിടുത്തം ഉണ്ടായപ്പോൾ അത് അവിടെ ബാക്കി ഉണ്ടായിരുന്ന മാലിന്യം നീക്കം ചെയ്യാമെന്നൊരു വാഗ്ദാനം അന്നത്തെ പഞ്ചായത്ത് അധികാരികൾ ആ അവസരത്തിൽ പറഞ്ഞു. അത് ഏതാണ്ട് 3/4 ഭാഗവും അവിടെ തന്നെ കുന്നുകൂടി കിടക്കുകയാണ്. വരുന്ന മാലിന്യങ്ങൾ ടൗണിൽ തന്നെ ഡംപ് ചെയ്യപ്പെടുന്നു. ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നവും മനുഷ്യാവകാശ ലംഘനം എന്ന നിലയ്ക്ക് ഒരു സാഹചര്യമാണ് അഞ്ചൽ പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ, മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. പഞ്ചായത്ത് ഭരണാധികാരികൾ ഇതിനകത്ത് കാട്ടുന്ന അലംഭാവം അത് വളരെ കുറ്റകരമായ അലംഭാവമാണ്. മാസങ്ങൾക്ക് മുമ്പ് തീപിടുത്തമുണ്ടായ പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഏറിയ പങ്കും ഇപ്പോഴും അവിടെ തന്നെ ഉപേക്ഷിച്ച നിലയിലാണ്. മഴ കൂടി കനത്തതോടെ മാലിന്യം കെട്ടിക്കിടന്ന് ചീഞ്ഞു നാറുകയാണ് അഞ്ചൽ പട്ടണവും പരിസരവും. അഞ്ചലിലെ മാലിന്യ സംസ്കരണം തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. ഭരിക്കുന്നവരോ ഇവർക്ക് നേതൃത്വം നൽകുന്നവരോ മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവും സംബന്ധിച്ച് യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതിനേറെ ഉദാഹരണം കൂടിയാണ് അഞ്ചലിൽ വിവിധയിടങ്ങളിൽ കാണുന്ന ഈ മാലിന്യ കൂമ്പാരങ്ങൾ. അതേസമയം മാറി മാറി ഭരിച്ചവർ അഞ്ചലിലെ മാലിന്യ സംസ്കരണത്തിന് ഒന്നും ചെയ്തില്ലെന്നും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് അഞ്ചൽ പഞ്ചായത്ത് നടത്തുന്നതെന്നും BJP മണ്ഡലം പ്രസിഡന്റ് ഉമേഷ് ബാബു പറഞ്ഞു. മാലിന്യ നീക്കത്തിൽ അഞ്ചൽ പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കും പിടിപ്പുകേടിനുമെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് BJP നേതൃത്വം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.